നല്ല നല്ല സാരികളും ഉണ്ട്. ഒന്നും ഉടുക്കാൻ 10 പൈസ ഇല്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഇക്കാണെങ്കിൽ പൈസ അയച്ചിട്ടില്ലല്ലോ. അങ്ങനെങ്കിലും ഉടുക്കായി ഫോൺ അടിക്കണ്ടല്ലോ. ഹലോ ഇക്ക. വലൈക്കും അസ്സലാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്ക. അപ്പൊ ഇങ്ങള് നാട്ടിക്ക് വരുന്നുണ്ട് പറഞ്ഞിട്ട് വന്നിട്ടാണ് സക്കാത്തൊക്കെ കൊടുക്കണ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എന്താ ഇക്ക? ഞാൻ കൊടുത്തോണ്ട് ഞാൻ കൊടുക്കും. ഇത്രയും കാലായിട്ട് ഞാൻ എന്താ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലേ? നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയണേ? ആയിക്കോട്ടെ, ഞാൻ കൊടുക്കാം. ശരി, എന്നാ നിങ്ങൾ വിളിക്കൊണ്ടു. പൈസ എടുത്തിട്ടേ ഡ്രസ്സാ. ഇപ്രാവശ്യം എന്തായാലും സക്കാത്ത് കൊടുക്കൊന്നും വേണ്ട. കൊടുത്തിട്ടില്ല എന്നുള്ളത് ആരാ അറിയാം? ഞാനെല്ലാരും ഉള്ളു. ഇവിടെ വരുന്ന ആൾക്കാരെ ഇക്കാക്കും അറിയില്ലല്ലോ. അപ്പൊ എന്തായാലേ സക്കാത്ത് കൊടുക്കണ്ട. ഡ്രസ് എടുക്കാം, അതാ നടക്കുള്ളൂ. എന്താ കാട്ടിച്ചിട്ടിരിക്കുന്നത്? അപ്പോഴാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വഴി വന്നത്. ഒരു ഡ്രസ് ഓർഡർ ചെയ്തപ്പോ എന്തൊരു സമാധാനം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി വേറൊന്നും കൂടി ഓർഡർ ചെയ്യണം. അപ്പൊ 2 ഇട്ടാവും. പിന്നെ ഇക്ക വരുമ്പോ എന്തായാലും ഉടുത്തരാതിരിക്കൂല. അപ്പൊ അതും. അപ്പൊ ഈ പെരുന്നാക്ക് 3 ഡ്രസ്സാവും. എന്തൊരു വെയിലാണ്. മോളെ എന്താ? ഞാനിങ്ങനെ സക്കാത്തിന് വന്നതേന്ന്. നിങ്ങൾ എവിടുന്ന് വരുന്നേ? ഞാന് വരുന്നത് വളാഞ്ചേരിന്നാണേ. എന്റെ മാപ്പിളക്ക് സുഖമില്ലാതെ തളർന്ന് കിടക്കാണ്. പിന്നെ ഒക്കെ ഉള്ള 2 മക്കളാണ്, പെൺകുട്ടികളാണ്. ഓലെ പഠിപ്പിനും ആവശ്യത്തിനും ഒക്കെ കൂടെ ഇപ്പൊ ഈ സക്കാത്തിന് തന്നെ ഞാൻ ഇറങ്ങിയിരിക്കണത്. ഈ മാസത്തിലല്ലേ ഇപ്പൊ സക്കാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പണിക്കാണെങ്കി ഇപ്പൊ ഞാൻ വീട്ടുജോലിക്കാ പോവല്. ഇപ്പൊ ഈ നോമ്പായ കാരണം വീട്ടുജോലിക്ക് ഇപ്പൊ ആരും വിളിക്കലില്ല. ഇപ്പൊ ഈ രാവിലെ പണികളൊന്നും ഇല്ലല്ലോ, ഒക്കെ വൈകുന്നേരല്ലേ ഉണ്ടാവില്ലേ. അപ്പൊ രാവിലെ ആ പണി ഉണ്ടാവലില്ല. ഇപ്പൊ എന്റെ മാപ്പിളക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ടപ്പൊ ഞാന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ സക്കാത്തൊന്നും കൊടുക്കണില്ലല്ലോ. നിങ്ങളോട് ആരെ പറഞ്ഞ സക്കാത്ത് കൊടുക്കണ്ടെന്ന്? അല്ല, അപ്പുറത്തെ ആ പെരേത്തെ താത്ത പറഞ്ഞു ഇവിടെ എല്ലാ കൊല്ലവും സക്കാത്ത് കൊടുക്കലുണ്ട് എന്ന്. അപ്പൊ അത് കേട്ടപ്പോ പോന്നതാണ്. എല്ലാ കൊല്ലവും ഇക്ക കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം ഇല്ലാന്ന് പറഞ്ഞിരിക്കണ്. കാരണം ഇക്ക നാട്ടിക്ക് വരികയാണേ. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം സക്കാത്തൊന്നും കൊടുക്കണില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 റുപ്യ കടായിട്ടേലും തരുമോ? ഞാൻ ഇതിൽ കൂടെ വരുമ്പോ ഞാൻ തരണ്ടേ. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് സക്കാത്ത് കൊടുക്കണില്ല. നിങ്ങൾ കൊടുക്കണോടത്ത് പോയി വാങ്ങിക്കോളി. ഇവിടുന്ന് ഒന്നും കിട്ടൂല. നിങ്ങൾ പോവാൻ നോക്കി. ഈ നേരം നോക്കുമ്പോ തന്നെ മനുഷ്യന്മാരെ മെനക്കെടുത്താൻ വേണ്ടിട്ട് ഒരു 100 റുപ്യ തന്നാളി. ഞാന് 2 ദിവസം കഴിഞ്ഞാണ് കൊടുന്നേരാം ഇതിൽ കൂടെ വരുമ്പോ. നിങ്ങളിവിടെ നിക്കേ. കിട്ടിയാ മതിയായിരുന്നു. ഇന്നിപ്പോ ആ പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് വാങ്ങലൊക്കെ അവിടെ നിക്കും. വലിയ ഉപകാരായി. ഞാൻ അത് കൊടുന്നേരട്ടാ. ഇനിയിപ്പോ തിരിച്ചു തരാനൊന്നും നിക്കണ്ട. അല്ല, നമ്മള് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഏത് ആൾക്കാരായാലും നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുന്നേരാം. ഇപ്പൊ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാണ്. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
കിട്ടിയെന്നെ ആ 100 പേര് പോയാണ്ട് ഇനിയിപ്പൊ തിരിച്ചുതരാറിട്ട് ഇപ്പൊ വരും. ഓ ഓലൊക്കെ കിട്ടും. വർത്താനൊക്കെ വലിയ വർത്താനം പറയും. തിരിച്ചുതരാൻ വരുന്നേക്കാരം. മോളെ മോളെ ആ താത്ത എന്തിയെ? ആ ഞാനിടി കാക്കന്നെ പറഞ്ഞയച്ചതേന്നെ. എല്ലാ കൊല്ലും പാവങ്ങൾക്ക് അരി സാധനങ്ങളൊക്കെ നോമ്പിന് എത്തിച്ചു കൊടുക്കലില്ലേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പൊ അയക്ക് എന്തോ പിരിവുണ്ട്, പൈസ ചോദിക്കാൻ പറഞ്ഞിട്ട്. അതെ, ഇപ്രാവശ്യം പൈസ ഒന്നും അയച്ചിട്ടില്ലല്ലോ. എന്നോട് അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. എല്ലാ കൊല്ലവും കൊടുക്കലുണ്ടല്ലോ, ഇപ്രാവശ്യം എന്തിയെ? ആ എല്ലാ കൊല്ലം തരലുണ്ടെന്ന് അറിയാം. പക്ഷെ ഇക്കൊല്ലം ഇല്ല, ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. പിന്നെ ഈ മാസം ലാസ്റ്റ് വരും ചെയ്യല്ലേ. ഇപ്രാവശ്യം ഇവിടെ സക്കാത്തിനും ആൾക്കാര് വരണൊന്നും കണ്ടില്ലല്ലോ. സക്കാത്തും കൊടുക്കലില്ല ഇപ്രാവശ്യം. ഇല്ല. അതെ, ഞാൻ കാക്കാനോട് പറഞ്ഞോളാം എന്നാല് പൈസ അയച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ടിപ്പൊ എന്തൊക്കെയാ പണികളൊക്കെ കഴിഞ്ഞാ? ആ പണികളൊക്കെ കഴിയണ്. നോമ്പറക്കാൻ എന്നിട്ട് എന്തുണ്ടാക്കി? വൈകുന്നേരത്തിന് എന്താന്നുള്ളത് ആലോചിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി വെക്കണം. നോമ്പല്ലേ, അപ്പൊ ഒന്നും ഇല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അന്ന് ഞാനവിടെ ചെല്ലട്ടിട്ടാ. അന്ന് ഞാനേ പൈസന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. എന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ എന്നാ. പിന്നെ എങ്ങൾക്കൊക്കെ പൈസ തരാൻ നിക്കണേ. എന്നുവെച്ചാൽ എല്ലാ കൊല്ലും പൈസ എടുത്ത് കൊടുക്കും. ആരോട് ചോദിച്ചിട്ടാ? ഒരു കൊല്ലം ഇല്ലാന്ന് പറയാൻ പോലുള്ള പാട് മനുഷ്യന്മാർക്ക് അറിയൂ. ഹലോ അമ്മ, എന്താ പാട്? കൊഴപ്പൊന്നുമില്ല. ഞാൻ വിളിച്ചതേ ഡ്രസ് എടുക്കാനൊക്കെ പൈസ അയച്ചത്. നിങ്ങളൊക്കെ ഡ്രസ് എടുത്താ? ഇല്ലേ, നമുക്കിന്ന് വൈകുന്നേരം പോയാലോ എടുക്കാന്? ഞാൻ എടുത്തരാം നിങ്ങൾക്കൊക്കെ. എല്ലാവർക്കും എടുക്കാനുള്ള പൈസ അയച്ചു. ഓളെവിടെ ജേഴ്സി? എന്നാ ഓളെ ക്ലാസ് കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമ്മക്ക് എടുക്കാൻ പോകട്ടോ. വൈകുന്നേരത്തിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തേലും വാങ്ങണം വിചാരിക്കണ്ട്. എന്നും ഉണ്ടാക്കല്ലേ. എന്നാ ആയിക്കോട്ടമ്മ. എന്നാ ശരി. സാജിദ, സാജിദ. ഇങ്ങളെന്ത് പറയാതെ ഒന്ന് പോന്നതാണ്. അതെ, നിങ്ങളല്ലേ പറഞ്ഞേ എന്നോട് നോമ്പ് ലാസ്റ്റ് ഒക്കെ വരുള്ളൂന്ന്. ഇപ്പൊ നോമ്പ് പകുതി പോലും ആയിട്ടില്ലല്ലോ. അപ്പൊ ഇതിനെത്തിന്നെ പറ്റിച്ചാലേ വരൂല പറഞ്ഞിട്ട്. അതൊന്നുമില്ലടി. ആരോ വിളിക്കണ്ടേ, പോയോട്ടോ. മോളെ, എന്താ? മോളെന്താ അന്ന് ഞാൻ വാങ്ങിയില്ല 100 റുപ്യ? ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണ്ടാന്നുള്ളത്. അല്ല മോളെ, കടം വാങ്ങി നമ്മള് തിരിച്ചു കൊടുക്കണ്ടേ? അതാ ഞാൻ ഇതേറ്റ് വന്നത്. ഇതുവരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പൈസ ഇട്ടപ്പോ ഞങ്ങൾക്ക് തരാന്ന് വിചാരിച്ച്. എന്താണ്? എന്ത് പൈസയാണ്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അത് ഞാനേ 2 ദിവസം മുന്നേ ഇവിടെ വന്നീന്. അപ്പൊ എന്റെ മാപ്പിക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല പറഞ്ഞപ്പോ 100 റുപ്യ ചോദിച്ചീന് ഈ കുട്ടിനോട്. അപ്പൊ ഓള് തന്നതാണ്. അപ്പൊ ഇത് തിരിച്ചു തരാൻ വേണ്ടിട്ട് വന്നതാ ഞാന്. എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? എന്താണ്? അപ്പൊ ഞാൻ അയച്ച പൈസ ഒക്കെ എന്താ കാട്ടിയത്? ഞാൻ സക്കാത്ത് കൊടുക്കാനാ പറഞ്ഞിട്ട് ഞാൻ പൈസ നമുക്ക് അയച്ചു തന്നീനില്ലേ? അത് എവിടെയെന്നാ ഞാൻ ചോദിക്കണത്.
ഞാൻ കൊടുത്തിന്നു, ലാസ്റ്റ് ഇല്ലാതായപ്പോ എന്റെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞതാ ഞാന്. ലാസ്റ്റോ? മിഞ്ഞാന്ന് രാവിലെയല്ലേ ഞാൻ ആ പൈസ എനിക്ക് അയച്ചെന്നത്. ഇജെന്താ പൈസ കാട്ടിയത്? പറയാനാ പറഞ്ഞത് ഞാൻ എന്നോട്. എന്താടി എന്റെ തൊള്ളത്ത് നാവിറങ്ങിയോ? പറയാനാ പറഞ്ഞു. അതിന് ഞാൻ ഡ്രസ് എടുത്തു. ആ 10,000 ഉറുപ്പിക്കും? അത് ഞാൻ ഓൺലൈനിൽ ഡ്രസ്സൊക്കെ കണ്ടപ്പോ എനിക്ക് ബോധ്യായി, അപ്പൊ ഞാൻ എടുത്തതാണ്. പിന്നെ ബാക്കി പൈസ കൊറേ ഫുഡും വാങ്ങി കൊടുന്ന് അതൊക്കെ ചെയ്ത്. എല്ലാ കൊല്ലം ഞാൻ ഈ അരി സാധനങ്ങളൊക്കെ വാങ്ങാൻ പൈസ കൊടുക്കണതാ. അത് ചെന്താ കാട്ടിയതാ പൈസ? അത് നിങ്ങൾ അതിനേച്ചിട്ടൊക്കെ പൈസ അയച്ചിട്ടൊന്നുമില്ലല്ലോ, അതിനെ പറ്റിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്നോട് വിളിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ അപ്പത്തിന്റെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നി പോയതാണ്. എന്നോട് ക്ഷമിക്കണം. അതെ, നിങ്ങൾ ഈ പൈസ കൊണ്ടുപോയിക്കോളി. ഞാൻ എല്ലാ കൊല്ലം സക്കാത്ത് കൊടുക്കലുള്ളതാണ്. ഈ പൈസ നിങ്ങൾ തിരിച്ചു തരണ്ട. നിങ്ങൾ പോയിക്കോളി. ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ എനിക്കറിയില്ല അപ്പത്തെ നേരത്തേക്ക് എന്താ തോന്നിന്നുള്ളത്. എന്നോട് ക്ഷമിക്കണം. നീ ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. എന്റെ വാപ്പാനോടുള്ള ഒരു ബഹുമാനം കൊണ്ടൊക്കെയാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ മകള് തല തിരിഞ്ഞു പോയല്ലോ. എന്തിനാണോ ഞാൻ ആ പൈസ കട്ട്? പിന്നെ വാപ്പാക്കും നാണക്കേടായി, പിക്കാക്കും നാണക്കേടായി. ആകെ